പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ കാറ്റടിക്കുമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് 59 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യത. വിവരങ്ങളുമായി റോഷിപാലുണ്ട്. റോഷിപാൽ, ഇപ്പോൾ തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയൊക്കെ പറന്നുപോയി എന്നൊരു വാർത്ത വരുന്നുണ്ട്. ശക്തമായ കാറ്റിനുള്ള സാധ്യതയാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്? റോഷി, അരുൺകുമാർ, സംസ്ഥാനത്ത് ശക്തമായ കാറ്റടിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് 59 കിലോമീറ്റർ വേഗതയിൽ, ആലപ്പുഴയിൽ 54 കിലോമീറ്റർ വേഗതയിലും, വയനാട്ടിൽ 52, കാസർഗോഡ് 50 കിലോമീറ്റർ വേഗതയിലും കാറ്റടിക്കും. സംസ്ഥാനത്ത് വ്യാപകമായി ശക്തമായ കാറ്റടിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന മുന്നറിയിപ്പാണ്. അതിൽ ഇടുക്കിയിൽ 48 കിലോമീറ്റർ, കണ്ണൂരിൽ 46, എറണാകുളത്ത് 46, കാസർഗോഡ് 46, മലപ്പുറം 46, പത്തനംതിട്ട 44, തൃശ്ശൂരിൽ 43 കിലോമീറ്റർ, കോട്ടയത്ത് 41 കിലോമീറ്റർ. ഇങ്ങനെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്ത് അടിക്കുന്ന കാറ്റിന്റെ വേഗത അവർ പ്രതീക്ഷിക്കുന്നത്. അതിശക്തമായ കാറ്റാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ കാറ്റടിക്കുമ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള അപകട സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടെ വരുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തി എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അത് ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും.